നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സോഷ്യലിലെ 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളാണ്. നിങ്ങളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. അപ്പം അതിലെ ചോദ്യോത്തരങ്ങളും ലെറ്റസ് അസസ്സും അങ്ങനെ കുറച്ച് സെമിനാർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒട്ടും വൈകുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഉള്ള ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 28-ലാണ്. ലാസ്റ്റ് കിടക്കുന്നുണ്ട്. കണ്ടക്ട് സെമിനാർ ഓൺ ദി ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ അണ്ടർ ദി കമ്പനി റൂൾ. എന്താണ് കമ്പനി റൂളിന്റെ സമയത്ത്? നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഡിഫറെന്റ് കാറ്റഗറീസ്, ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബൽസ് തുടങ്ങിയവരൊക്കെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു സെമിനാറാണ്. സെമിനാർ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം. കുറേയൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എഴുതാം, ബാക്കി കാര്യങ്ങൾ മാത്രം നമുക്ക് പുറത്തുനിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റിലെ തന്നെ നമുക്ക് ഫാമേഴ്സ് അങ്ങ് എഴുതാം. അപ്പോൾ എഗൻസ്റ്റ് ദി ഫാമേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്താണ് വിത്ത് ദ സബ്ജുഗേഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നില്ലേ, ആ ഭാഗം നമുക്ക് അവിടെ എഴുതാം. വിത്ത് ദ സബ്ജുഗേഷൻ ഓഫ് ബംഗാൾ ദി അറ്റൻഷൻ ഓഫ് ദ കമ്പനി ഷിഫ്റ്റഡ് ടു ദ റിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ദി റീജിയൻ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ബംഗാളിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് അവർ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് തിരിയുന്നതും, അത് വളരെ റിച്ച് ആയിരുന്നു നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പം അതിലേക്ക് തിരിയുന്നു. അതിൽ നിന്നും ചൂഷണം ചെയ്യാനുള്ള മാക്സിമം ആയിട്ട് നമ്മുടെ റിസോഴ്സുകൾ ചൂഷണം ചെയ്യണം. ദെയർ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദി മാക്സിമം റിസോഴ്സസ് എന്നുള്ളത്. പിന്നെ അവർ അതിന് എന്തൊക്കെ ചെയ്തു എന്നുള്ളതുണ്ടല്ലേ. ലീവ്ഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്, നോ ടാക്സ് കൺസെഷൻസ് വെയർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രഫ് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദി അഗ്രികൾച്ചർ. അതുപോലെ തന്നെ മിഡിൽ മെൻ, അതാണ് ജമീന്ദാസ്. നമ്മളിതൊക്കെ പഠിപ്പിച്ചതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വെയർ അസൈൻ ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിങ് ടാക്സ്, ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ജമീന്ദാസ്, ഇടനിലക്കാരെ പേരാണ് ജമീന്ദാസ്. അതിന്റെ കാര്യം. പിന്നെ ഇമ്പോസ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. നേരത്തെ ബാർട്ടർ സിസ്റ്റം ഒക്കെ നിന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ അവർക്ക് നികുതി കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്, ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർ പലിശയ്ക്ക് പൈസ എടുക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്രയുമാണ് ഈ ഫാമേഴ്സിന്റെ ബുദ്ധിമുട്ടുകളായിട്ട് അത്രയും ഭാഗത്ത് പറയാം. പിന്നെന്താ വേറൊരെണ്ണം നമുക്ക് പറയാവുന്നത്, കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ വെയർ ദി മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ അവരുടെ ബിസിനസ്സിലെ റോ മെറ്റീരിയൽസ് ആയിരുന്നു ഇതൊക്കെ. കോൺസിക്വന്റ്ലി ദേ ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു ഡു സോ. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിനെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അത് പറഞ്ഞിരുന്നു. പിന്നെ the fields that were used only for the cultivation of food crops changed into plantations of cotton, jute and indigo. എന്താണ് അവർ ഭക്ഷ്യവിഭവങ്ങൾ മാത്രം കൃഷി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ കോട്ടനും ജൂട്ടും ഇൻഡിഗോയും ഒക്കെ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. ആസ് എ റിസൾട്ട് ഫാർമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് വെയർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബറേഴ്സ്. അങ്ങനെ തന്നെ എന്തായി? അവർക്ക് മണ്ണില്ല, നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരെന്തായി മാറി? വെറും ജോലിക്കാർ മാത്രമായി മാറി. അത്രയുമാണ് ഫാമേഴ്സിന്റെ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ട്രൈബൽസിന്റെ കാര്യം പറഞ്ഞു. അടുത്ത ട്രൈബൽസ് ആണ്. ട്രൈബൽസ് ദാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അഗൈൻസ്റ്റ് ട്രൈബൽസ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്താണ് ദ കമ്പനി framed several laws to exploit forest resources. ഫോറസ്റ്റ് റിസോഴ്സസും ചൂഷണം ചെയ്യാൻ അവർ പലതരത്തിലുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. These laws gave the company absolute control over the forest. അപ്പോൾ ഫോറസ്റ്റിൽ അബ്സല്യൂട്ട് കൺട്രോൾ അവർക്ക് ലഭിക്കും. This disturbed the collection of forest products and adversely affected the tribals' traditional farming. അതുകൊണ്ട് തന്നെ ട്രൈബൽസിന് എന്താ ഫോറസ്റ്റ് റിസോഴ്സ് ഒന്നും പോയി കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ട്രഡീഷണൽ ഫാമിങ്ങിനെയൊക്കെ അത് ദോഷകരമായി ബാധിക്കുന്നു. The tribal habitat was rich in mineral deposits and to exploit these the British constructed roads and railways to these regions. എന്താണ് ആ ട്രൈബൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്? മിനറലിന്റെ ഡെപ്പോസിറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അത് അവർക്ക് മാക്സിമം ഇനി ചൂഷണം ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി അവർ എന്ത് പണിഞ്ഞു? ആ ഭാഗത്തേക്ക് കാട്ടിലേക്ക് റോഡ് പണിയുന്നു. അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ പണിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഹാബിറ്റാറ്റ്, അവരുടെ ഒരു ആ ഒരു വ്യവസ്ഥ തന്നെ മൊത്തത്തിൽ അങ്ങ് പോകും. ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദി മിസറീസ് ടു ദ ട്രൈബൽസ്. അങ്ങനെ അവർക്ക് ആകെ മൊത്തം പ്രശ്നമായി മാറുന്നു. അത് നമുക്ക് ട്രൈബൽസിൻ്റെ പറയാം. പിന്നെ ഉള്ളത് വീവേഴ്സ് ആണ്. വീവേഴ്സിൻ്റെ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. Even the cotton cultivation became widespread in India during the company rule. The handloom industry in India declined. ഇപ്പം നമ്മുടെ നാട്ടിൽ കോട്ടൺ കൺസ്ട്രക്ഷൻ കൂടി. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാൻഡ്ലൂമിലൂടെയും വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ
നമ്മുടെ പരമ്പരാഗത നെയ്ത്ത് വ്യവസായം അങ്ങ് ഡൗൺ ആയി. കാര്യം എന്താ, ഇവരിതൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവരുടെ നാട്ടിൽ കൊണ്ടുപോയി മെഷീനിലൂടെയാണ് ഇവർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, തുണിത്തരങ്ങൾ. അപ്പോൾ അത് കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടുമ്പോൾ ആൾക്കാർ അതാണ് വാങ്ങുക. അപ്പോൾ നമ്മുടെ കൈത്തറി വ്യവസായം എന്ത് ചെയ്തു, വളരെ ഡൗൺ ആയി പോയി. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്താണ്, ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടനിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലും റോ മെറ്റീരിയൽ, അവരുടെ ഏറ്റവും വലിയ അസംസ്കൃത വസ്തു, അവരുടെ ബിസിനസ്സിനുള്ള അസംസ്കൃത വസ്തു ഏറ്റവും കൂടുതൽ ഏതാ, കോട്ടൺ ആണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കയറ്റി അയക്കുന്നു. ദി ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് ഉണ്ട്, വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ടെക്സ്റ്റൈൽസ് അവർ കൊണ്ടുവരുന്നു. മാനുഫാക്ചറിംഗ് ഇൻ ദി ബ്രിട്ടീഷ് ഫാക്ടറീസ്, അവരുടെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന എന്താണ് അവരുടെ ആ വസ്ത്രങ്ങൾ അവർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ചീപ്പ് വിലയ്ക്ക് വിൽക്കുന്നു. എക്സസീവ് ടാക്സസ് വെയർ ലിവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ, എന്താണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾക്ക് ഭയങ്കരമായ ടാക്സും ഏർപ്പാട് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായും ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ വസ്ത്രങ്ങൾ വാങ്ങത്തില്ല, വിദേശ വസ്ത്രങ്ങൾ വാങ്ങിക്കും. ഈ ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ആയിരക്കണക്കിന് നെയ്ത്തുകാർക്ക് തൊഴിൽരഹിതരായി മാറുന്നു. അതാണ് വീവേഴ്സിന്റെ കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് മെർച്ചൻസിന്റെ പറയാല്ലേ, കച്ചവടക്കാരെന്ന് പറയുമ്പോൾ കൃഷി സാധനങ്ങൾ കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ വലഞ്ഞുപോയി, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ കച്ചവടം ചെയ്തിരുന്നവർ വലഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മെർച്ചൻസിനും ഉണ്ടായി അല്ലേ. ദ എക്കണോമി ഓഫ് ഇന്ത്യ വാസ് ടോട്ടലി ചേഞ്ച്ഡ്. ഇന്ത്യൻ എക്കണോമി തന്നെ മൊത്തത്തിൽ അങ്ങ് മാറി. ഇറ്റ് എഫക്റ്റഡ് ദി പ്രൊഡക്ഷൻ, അതെന്താണ് ഉൽപാദനത്തെ ബാധിച്ചു. ദി ഷോപ്സ് ഇൻ ബംഗാൾ വെർ ക്ലോസ്ഡ്, അങ്ങനെ ആയപ്പം ബംഗാളിലെ ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആയി. ദി ഡിസ്ട്രക്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് വീവിംഗ് എഫക്റ്റഡ് ദ മെർച്ചന്റ് ബാഡ്ലി. കൈത്തറി ആ ഒരു വ്യവസായ ഭാഗം ഒക്കെ എന്ത് ചെയ്തു, അതൊക്കെ അങ്ങ് നശിച്ചു പോയി. അവിടെ ഒക്കെ മൊത്തവും നമുക്ക് നാശങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്, വിൽപ്പനക്കാരെയും അത് ബാധിക്കും. ദ മെർച്ചൻസ് ഹാഡ് നോ ബിസിനസ്, മെർച്ചൻസിന് എന്തില്ലാതായി, ബിസിനസ് ഇല്ലാതായി. ദ ഇൻക്രീസ് ഇൻ ലാൻഡ് റവന്യൂ ലെറ്റ് ദ ഫാർമേഴ്സ് സ്റ്റോപ്പ് ദാറ്റ് ജോബ്. ലാൻഡ് റവന്യൂവിൽ വർധനവുണ്ടായി ഫാർമേഴ്സിന്. എന്താണ്, വസ്തുവിൻ്റെ കരവ് ഒരു കൂട്ടി. അങ്ങനെ ആയപ്പോഴേക്കും ആൾക്കാർ എന്ത് ചെയ്തു, ആ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഫാമേഴ്സ് സോൾഡ് ദെയർ കാറ്റിൽ ആൻഡ് ഏറ്റ് അപ്പ് ദ സീഡ് ഗ്രെയിൻ. ഫാമേഴ്സ് എന്ത് ചെയ്തു, അവരുടെ കന്നുകാലികളെയൊക്കെ വിറ്റതിന് ശേഷം അവർ വിത്തിനായി ഉപയോഗിച്ച് വെച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ അവർ ഭക്ഷിക്കാൻ തുടങ്ങി. ദിസ് വാസ് അനദർ കോസ് ഓഫ് ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ദ മെർച്ചൻസ്. അതും മെർച്ചൻസിന് ഒരു എന്താണ് അടിയായി മാറി. അവർക്ക് കച്ചവടം ഇല്ലാതാകുന്നതിൻ്റെ ഒരു റീസൺ അതുമാണ്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ്മെൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്, ഹാൻഡിക്രാഫ്റ്റ്സും ആർട്സ്മെനും ഒക്കെ വന്നത് അവർക്ക് എന്താണ്, അവർക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസ് ആണ്. മെഷീനിലൂടെ ഒരുപാട് തരത്തിലുള്ള പല വെറൈറ്റി ക്ലോത്ത്സ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അവരുടെ ആവശ്യമില്ല, അത് അവരെ ജോബ്ലെസ് ആക്കുന്നു. അവർക്ക് എന്താ ചീപ്പ് റേറ്റിലുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ അവരുടെ ജോലി നഷ്ടമാവുന്നു. അത്രയും പറയാം നമുക്ക് അവിടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ഫോറസ്റ്റ് ലോസ് ഇമ്പോസ്ഡ് ബൈ ദ കമ്പനി അഡ്വേഴ്സ്ലി എഫക്ട് ദ ട്രൈബൽ ലൈഫ് ഡിസ്കസ്. പേജ് നമ്പർ 29 അഗെയിൻസ്റ്റ് ദ ട്രൈബൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ തന്ന നോട്ട്സില്ലേ, ട്രൈബൽസിനെ എങ്ങനെയാണ് കമ്പനി റൂൾ ബാധിച്ചു എന്നുള്ളത്, അത് എഴുതിയാലും മതി. പിന്നെയുള്ള ചോദ്യം എന്ന് പറയുന്നത് സാന്താൾ റിബല്യന്റെ താഴെയായിട്ട് ഡിസ്കസ് ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു സാന്താൾ റിബല്യൻ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. സാന്താൾ റിബല്യന് കാരണമായ സംഭവം എന്താണ് എന്നത് നിങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് എഴുതുക. അപ്പോൾ സാന്താൾ റിബല്യനെ പറ്റി പറയാം. ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ദ കൺട്രോൾ ഓഫ് ബംഗാൾ പാസ്ഡ് ടു ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ്, പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിലെ ഭരണം ആരുടെ കയ്യിലേക്ക് വരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് വരുന്നു. എ ലാർജ് ഏരിയ ഇൻഹാബിറ്റഡ് ബൈ സാന്താൾസ് കെയിം അണ്ടർ ബ്രിട്ടീഷ് റൂൾ. സാന്താൾസ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പം അവർ താമസിച്ചിരുന്ന ഒരു ഏരിയ ആരുടെ അധീനതയിൽ വരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ വരുന്നു. സൂൺ ദ ബ്രിട്ടീഷ് ബിഗാൻ ടു ക്ലിയർ ദി ഫോറസ്റ്റ് ഇൻ ഓർഡർ ടു ഗ്രോ ക്യാഷ് ക്രോപ്സ് സച്ചസ് ജൂട്ട്, പോപ്പി ആൻഡ് ഇൻഡിഗോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, കാടൊന്ന് വൃത്തിയാക്കി വരിക. വൃത്തിയാന്ന് വെച്ചാൽ മരങ്ങളൊക്കെ വെട്ടുവാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുക, കൃഷി ചെയ്യുകയാണ്. ഇൻഡിഗോയും പോപ്പിയും ജൂട്ടും ഒക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അവർക്ക് അതാണ് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്, അവരത് കൃഷി ചെയ്യുന്നു. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ജമീന്ദാരി സിസ്റ്റം. അതിൻ്റെ പറവെ എന്തും വന്നു, ജമീന്ദാരി സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇടനിലക്കാരും നികുതി പിരിവുകാരകാരി, അതും വന്നു. അണ്ടർ ദിസ് ദ ലാൻഡ് ലോഡ് ഷുഡ് പെയ്ഡ് എ ഫിക്സഡ് റവന്യൂ ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അങ്ങനെ ആയപ്പോൾ ലാൻഡ് ലോഡ്സിന്, ഭൂ ഉടമകൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു നിശ്ചിത തുക കരമായിട്ട് അല്ലെങ്കിൽ കപ്പം അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. With the introduction of Zamindari system, the Santals lost all right of their land. എന്താണ്, ജമീന്ദാരി സിസ്റ്റം വന്നപ്പോഴേക്കും സാന്താൾ ജനതയ്ക്ക് അവരുടെ മണ്ണിലുള്ള അവകാശമൊക്കെ അങ്ങ് നഷ്ടപ്പെടുന്നു. They were reduced to mere laborers. അവരെന്തായി മാറും, വെറും ജോലിക്കാർ മാത്രമായി മാറുന്നു.
അനദർ ബ്ലോ ടു ദ സാന്താൾസ് വാസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കറൻസി. അതുപോലെ തന്നെയാണ് കറൻസി കൊണ്ടുവന്നതും അവർക്കൊരു തട്ട് കേടായി വന്നു. എന്ന് വെച്ചാൽ എന്താ സംഭവം? അസ് ദേ ഫോളോഡ് ബാർട്ടർ സിസ്റ്റം ദേ ഹാഡ് ടു ബോറോ മണി ഫോർ എ വെരി ഹൈ ഇൻട്രസ്റ്റ്. അവരെന്തായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? ബാർട്ടർ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാധനത്തിന് പകരം സാധനമാണ് അവർ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പണം എന്തുവാണെന്നൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പണമായിട്ട് തന്നെയാണ് നികുതി അടയ്ക്കേണ്ടത് അല്ലേ ഗവൺമെൻറ്റിന്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വന്നു അവർക്ക്? ഹൈ ഇൻട്രസ്റ്റിൽ ഭയങ്കര പലിശയ്ക്ക് കടം എടുക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ സാഹുക്കൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവരും എന്ത് ചെയ്യേണ്ടി വന്നു? പോയി അവരുടെ അടുത്ത് പോയി പണം കടം വാങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇതൊക്കെയാണ് സാന്താൾ റിബലിലേക്ക് നയിച്ച കാരണങ്ങൾ. അടുത്തത് പേജ് നമ്പർ 33 എന്തായിരുന്നു? ഐഡന്റിഫൈ ദ മേജർ സെന്റേഴ്സ് ഓഫ് ദി റിവോൾട്ട്. നമ്മൾ 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മേജർ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതിനകത്ത് തന്നെ വായിച്ച് മനസ്സിലാക്കിയിരുന്നു. മീററ്റ്, ഡൽഹി, ഔദ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, അറ എന്നൊക്കെ പറഞ്ഞ സ്ഥലം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതൊക്കെ ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മീററ്റ് എവിടെയാണ്? യു പിയിലാണ്. ഔദ് യു പിയിലാണ്. ഫൈസാബാദ് യു പിയിലാണ്. കാൺപൂർ യു പിയിലാണ്. ഝാൻസിയും യു പിയിലാണ്. യു പി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ്. ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. ഡൽഹി ഇപ്പോൾ എന്താണ്? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് ഡൽഹി. ആറ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലാണ്. അത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭൂരിഭാഗം എല്ലാം യു പിയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എന്തായാലും ഒന്നും കൂടെ പറയുകയാണ്. ദ സെന്റേഴ്സ് ഓഫ് റിവോൾട്ട്, ദ ലീഡേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൽ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത് മകൾ, അറയിൽ കൻവർ സിംഗ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അത് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു സെമിനാറും കൂടെ ഉണ്ട്. എന്താ നോക്കിയേ? കണ്ടക്ട് സെമിനാർ ഇൻ ദ ക്ലാസ് ഓൺ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 നമ്മളുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലേ, നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യുദ്ധമായിരുന്നു അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു സെമിനാർ തയ്യാറാക്കുക. അപ്പോൾ ഒരുപാടുണ്ട് നമുക്ക് അതിനെപ്പറ്റി എഴുതാൻ. അപ്പം നിങ്ങൾ 7ലെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരുപാടൊന്നും നമ്മൾ എഴുതുന്നില്ല. കുറച്ച് ഭാഗം അതിൻ്റെ ഓരോ തരത്തിലുള്ള ഇപ്പം പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, എക്കണോമിക് ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മൾ എഴുതുന്നു. ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റിയും നമ്മളൊന്ന് എഴുതുക. അപ്പം എന്താ നോക്കിയേ? മിലിറ്ററി കോസസ്. ആദ്യം നമുക്ക് പറയേണ്ടുന്നത് മിലിറ്ററി ആയിട്ടുള്ള എന്താണ്? മിലിറ്ററി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സൈന്യപരമായിട്ടുള്ള കാരണങ്ങൾ. ദി അൺജസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ക്രിമിനേഷൻ വാസ് ദെയർ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് സോൾജേഴ്സ്. ഇന്ത്യൻ സോൾജേഴ്സിനെയും ബ്രിട്ടീഷ് സോൾജേഴ്സിനെയും 2 തട്ടിലാണ് കണ്ടിരുന്നത്. ആൻ ഇന്ത്യൻ സോൾജിയർ ഓഫ് ലോങ് എക്സ്പീരിയൻസ് ഡിഡ് നോട്ട് ഗെറ്റ് ദ പവർ അവാർഡഡ് ടു എ ഫ്രഷ് ബ്രിട്ടീഷ് സോൾജിയർ ജോയിൻഡ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് സോൾജിയറിന് ഭയങ്കര പദവി കിട്ടും. പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സോൾജിയറിന് അയാളുടെ അത്രയും പദവിയൊന്നും അവർ കൊടുക്കാറില്ല. അത് ഒരു റീസൺ ആണ്. അതാണ് മിലിറ്ററി റീസൺസ്. ഇപ്പൊ പെട്ടെന്ന് ഇത് പൊട്ടിപ്പുറപ്പെടാനുള്ള മിലിറ്ററി ആയിട്ടുള്ള റീസൺ വേറെയുണ്ട്, അത് താഴെ വേറെ തരും. ഇപ്പൊ മിലിറ്ററി റീസൺസ് പണ്ടേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതാണ്. പിന്നെ റിലീജിയസ് കോസ് ആയിട്ട് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ഹിന്ദു ബിലീഫ്. ഇനി ഹിന്ദുവിന്റെ ഒരു ബിലീഫ്, വിശ്വാസം. അപ്പൊ ഇന്ത്യയിൽ കൂടുതലും എല്ലാ മതക്കാരും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. അപ്പൊ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ക്രോസിംഗ് ദ സീ വുഡ് റിസൾട്ട് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദി കാസ്റ്റ്. അപ്പം നമ്മളുടെ ഒരു വിശ്വാസത്തിൽ കടൽ കടന്ന് പോകാനായിട്ട് പാടില്ല. കടൽ കടന്ന് പോകുന്നത് ആ ഒരു കാസ്റ്റിൽ നിന്നും മാറിപ്പോകുന്നു എന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്നൊരു വിശ്വാസം ഹിന്ദുവിനുണ്ട്. ബട്ട് ദ ബ്രിട്ടീഷ് വാണ്ടഡ് ഇന്ത്യൻ സോൾജേഴ്സ് ടു എൻഗേജ് ഇൻ ബാറ്റിൽ ഇൻ ഫാർ അവേ ലാൻഡ്സ് ബൈ ക്രോസിംഗ് ദ സീ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണം? കടൽ കടന്ന് അപ്പുറത്ത് പോയി ദൂരെയുള്ള സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യാനായിട്ട് ഇവരെ നിർബന്ധിക്കുന്നു. അപ്പം കടൽ കടന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് വിശ്വസിച്ചിരുന്നതാണ് അന്നത്തെ ഹിന്ദു മതം. ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ് വെയർ വൂണ്ടഡ് ബൈ സർട്ടൻ ബ്രിട്ടീഷ് പോളിസീസ്. അതുപോലെ തന്നെ ഒരുപാട് ബ്രിട്ടീഷ് പോളിസികൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവരുടെ മതവികാരം വ്രണപ്പെടുന്നു. അപ്പം ഹിന്ദുക്കളുടെ കാര്യമാണ് ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മുസ്ലിംസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇനി അങ്ങോട്ടുണ്ട്. പിന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോസ്. എക്കണോമിക്കലും പൊളിറ്റിക്കലും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഡിസ്ട്രോയിഡ് ദ ഇന്ത്യൻ എക്കണോമി. എന്താണ്? ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസി നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആകെ നശിപ്പിച്ചു. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ സിസ്റ്റം വൂണ്ടഡ് ദി കോമൺ പീപ്പിൾ. എന്താണ്? ഭൂമിക്ക് കരം ഏർപ്പാട് ചെയ്തു. അത് തന്നെ സാധാരണക്കാരെ ആകെ വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു. ഡോക്ട്രിൻ ഓഫ് ലാപ്സെ ആൻഡ് സബ്സിഡറി അലയൻസ് വെയർ ഓൾസോ റിസൾട്ടഡ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? ദത്തവകാശ നിരോധന നിയമവും അതുപോലെ സൈനിക സഹായ വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നതും നമ്മുടെ പൊളിറ്റിക്കലും എക്കണോമിക്കുമായിട്ട് നമുക്കാകെ തകർച്ചയായി മാറി. ബൈ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്താണ്? ദത്തവകാശ നിരോധന നിയമം വഴി സത്താറ, ഝാൻസി, നാഗ്പൂർ ആൻഡ്
സമ്പൽപൂർ വെയർ അനെക്സ് ടു ബ്രിട്ടീഷ്. ദത്തവകാശ നിരോധന നിയമമായപ്പോഴേക്കും നമ്മളുടെ കുറേ നാട്ടുരാജ്യങ്ങളൊക്കെ അങ്ങ് ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർന്നങ്ങ് പോയി. ദസ് ദ ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ഫോ ഓഫ് ഇന്ത്യൻസ്. അങ്ങനെ ഇന്ത്യക്കാർക്ക് മൊത്തം ബ്രിട്ടീഷുകാരൊരു ശത്രുവായി മാറി. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസസ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസസ് എന്താന്ന് നോക്കിയേ. The spread of Western education, prohibition of sati, widow remarriage were not promoted by the Orthodox Indians. എന്താണ് നമ്മളുടെ വെസ്റ്റേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പം നമ്മൾ അതുവരെ വേദങ്ങളൊക്കെ പഠിച്ച് നമ്മളുടെ കാര്യങ്ങൾ മാത്രം പഠിച്ച് നമ്മുടെ നാടിനെ പറ്റി പഠിച്ചിരുന്നവർ അല്ലേ, അസ്ട്രോളജി ഒക്കെ പഠിച്ചിരുന്നത്. അപ്പം ഇത് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സതി, എന്താണ് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നുള്ള സതി. അതുപോലെ വിഡോ റീമാരേജ്, വിധവ ഒന്നും കൂടി വിവാഹം കഴിക്കണം എന്നൊക്കെ അവർ പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ആർക്കാണ്? വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മതത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ അത് എന്താണ്, അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. ദേ ബിലീവ് ദാറ്റ് ദ ഇംഗ്ലീഷ് വെയർ ട്രൈങ് ടു ഡിസ്ട്രോയ് ദെയർ കൾച്ചർ ആൻഡ് സോഷ്യൽ നോംസ്. അവരുടെ സോഷ്യൽ നോംസ്, അവരുടെ എന്താണ് സാമൂഹ്യ ചിട്ടകളും അവരുടെ വിശ്വാസങ്ങളും കൾച്ചറും ഒക്കെ ഈ ബ്രിട്ടീഷുകാരെ ഒന്ന് തകർക്കുകയാണ് എന്നവർ വിശ്വസിച്ചു. പിന്നെ ഏറ്റവും പ്രധാനം സഡൻ കോസ്, പെട്ടെന്ന് യുദ്ധം ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? The grease of cartridge used in the Enfield guns introduced by the British contained the fat of pig and cow. ഇന്ത്യൻ സോൾജിയേഴ്സും ഈ ബ്രിട്ടീഷുകാരുടെ മിലിറ്ററിയിലുണ്ട് ഇല്ലേ, അവരുടെ സേനയിലുണ്ട്. അപ്പോൾ അവർ പുതുതായിട്ട് ഞാൻ പഠിപ്പിച്ചതാണ് ഈ ഭാഗം. ഒരു തോക്കിൻ്റെ കാട്രിഡ്ജിൽ എന്താണ് ചേർത്തിരിക്കുന്നത്? കൊഴുപ്പിന് കൗവിൻ്റെയും പിഗിൻ്റെയും ഒക്കെ കൊഴുപ്പാണ് അവർ ചേർത്തിരുന്നത് എന്ന് മനസ്സിലായി. ഫാറ്റാണ് ചേർത്തിരുന്നത്. ദ ഇന്ത്യൻ സോൾജിയേഴ്സ് റെഫ്യൂസ്ഡ് ടു യൂസ് ദ ഗ്രീസ്ഡ് കാട്രിഡ്ജ്. അപ്പം ഈ ഗ്രീസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ്. അപ്പം അത് ഉപയോഗിക്കാൻ ആര് തയ്യാറായില്ല? ഇന്ത്യൻ സോൾജിയേഴ്സ് തയ്യാറായില്ല. ഇന്ത്യൻ ആർമി ഇൻക്ലൂഡ്സ് ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് രജ്പുത്സ്. ഇന്ത്യൻ ആർമിയിൽ ആരൊക്കെ ഉണ്ട്? ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, രജ്പുത്സ്, ഇത്രയും പേരും അവിടെ ഉണ്ട്. ഫോർ മുസ്ലിംസ് പിഗ്സ് വെയർ ഫോർബിഡൻ. എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി ഹറാമാണ് എന്ന് പറയില്ലേ, അതാണ്. ആൻഡ് ഫോർ ഹിന്ദുസ്, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കൗ ഈസ് കൺസിഡേർഡ് ആസ് എ ഹോളി അനിമൽ. കൗവിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ആനിമലായിട്ടാണ് കാണുന്നത്. ദിസ് ഇൻസിഡൻറ്റ് റിസൾട്ടഡ് ഇൻ പ്രൊട്ടസ്റ്റ് എമംഗ് ഇന്ത്യൻ സോൾജേഴ്സ്. അങ്ങനെയായപ്പോൾ ഇന്ത്യൻ സോൾജേഴ്സിനെ ഭയങ്കര പ്രൊട്ടസ്റ്റ്, അവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ദിസ് ഈസ് ദ യുണൈറ്റഡ് പ്രൊട്ടസ്റ്റ് ഓഫ് സോൾജേഴ്സ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ഇതാണ് ബ്രിട്ടീഷ് ആർമിക്കെതിരെ യുണൈറ്റഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സ് പ്രതികരിക്കാൻ കാരണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് റിവോൾട്ട് നമുക്ക് പറയാം. റാണി ഓഫ് ഝാൻസി, നാനാ സാഹിബ്, സിംഗ് ഓഫ് അറ, കൺവർ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത് മഹൽ, താന്തിയ തോപ്പി, ഭക്ത് ഖാൻ, ഖാൻ ബഹദൂർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ നേതാക്കൾ. ഓരോ സ്ഥലത്തും ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയ ആൾക്കാരുടെ പേരാണിത്. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേണമെന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയാൽ ഞാൻ ശ്രമിക്കാം. സമയം എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഈ സമയം കിട്ടിയാൽ ശ്രമിക്കുമെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ചെയ്തു തരണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ സമയം വളരെ പരിമിതമാണ്. രാത്രിയിലാണ് വീഡിയോ പോലും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി എന്താണ് അടുത്ത ചോദ്യമായിട്ട് നിങ്ങൾക്കുള്ളത്? ലെറ്റസ് അസസിനകത്താണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ മാച്ച് ദി കോളംസ് ഇൻ ദ ടേബിൾ പ്രോപ്പർലി. സാന്താൾ റിബല്യൻ ആരായിരുന്നു അതിൻ്റെ നേതാക്കൾ വന്നത്? സിദ്ധുവും കൻഹുവും. പിന്നെ ബഹദൂർ ഷാ രണ്ടാമൻ, ഏത് കലാപമായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ അതിനുശേഷം രാജാവായിട്ട് ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാ? നമ്മുടെ 1857 നമ്മളുടെ ആ റിവോൾട്ടാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ എവിടെ വെച്ച് അതിന് നേതൃത്വം നൽകിയത്? ഡൽഹി. പിന്നെ പഴശ്ശിരാജയ്ക്ക് സഹായം ചെയ്ത ഒരാളാണ് തലയ്ക്കൽ ചന്തു. പിന്നെ ഉള്ളത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് എവിടെയായിരുന്നു നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. അതാണ് ആൻസർ. ഇനി വാട്ട് വെയർ ദി ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഡ്യൂ ടു ദി ടാക്സ് റിഫോംസ് ഓഫ് ദി ബ്രിട്ടീഷ്. ഓൾറെഡി നമ്മൾ തന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ടാക്സ് കൊണ്ട് ഫാമേഴ്സ് എങ്ങനെ ബുദ്ധിമുട്ടി എന്നുള്ളത്. ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. നോ ടാക്സ് കൺസെഷൻസ് വെയർ സാങ്ഷൻഡ് ഈവൻ വെൻ റഫ് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദി അഗ്രികൾച്ചർ. പിന്നെ മിഡിൽമെൻ ജമീന്ദാസ് വെയർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിംഗ് ടാക്സ്. ഇമ്പോസ്ഡ് ദി കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അങ്ങനെ വന്നപ്പോൾ ദ ഫാർമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്, ദി പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് പറഞ്ഞതാണ്. അതാണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ്. ആ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ആൻസർ. പിന്നെ ഹൗ ഡിഡ് ദി ഇമ്പോർട്ട് പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് അഫക്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ,
ഡിഫറെന്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെമിനാറിൽ എഴുതിയില്ലേ. അപ്പൊ അതൊന്ന് ചുരുക്കി എഴുതിയാൽ മതി. അങ്ങനെയുള്ള ഈ കാറ്റഗറീസിലെ ആൾക്കാരെ എങ്ങനെയാണ് ഇത് ബാധിച്ചത്? അപ്പൊ ദ എയിം ഓഫ് കമ്പനി വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സ്. എല്ലാ രീതിയിലും നമ്മളെ മാക്സിമം ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. സോ they levied heavy taxes on farmers. The zamindari system imposed were also miserable. They imposed several laws to exploit the forest resources. The collection of forest resources and the traditional farming of the tribals were stopped. ആദ്യം നമ്മൾ പറഞ്ഞത് ഫാമേഴ്സിന്റെ കാര്യമാണ്. ജമീന്ദാർ സിസ്റ്റം വരെ അവിടെ പറഞ്ഞു. പിന്നെ ജമീന്ദാർ സിസ്റ്റം തന്നെ എവിടെയുണ്ട്? ട്രൈബൽസിലും വരുന്നു. ദേ ഇമ്പോസ്ഡ് സെവറൽ ലോസ് ടു എക്സ്പ്ലോയിറ്റ് ദി ഫോറസ്റ്റ് റിസോഴ്സസ്. ഫോറസ്റ്റ് റിസോഴ്സസും ചൂഷണം ചെയ്യാൻ അവർ പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ആൻഡ് ദ ട്രഡീഷണൽ ഫാമിംഗ് ഓഫ് ട്രൈബൽസ് വെർ സ്റ്റോപ്ഡ്. എന്താണ്? ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് കളക്ട് ചെയ്യും അല്ലേ, ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ പോയി കളക്ട് ചെയ്യും. അതുപോലെ അവരുടെ ട്രൈബൽ രീതിയിലുള്ള അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൃഷിയും ഒക്കെ നിലച്ചു. The conditions of the cotton and the jute mill workers were also in misery. കോട്ടനും ജൂട്ടും ഒക്കെ അതിലൊക്കെ വർക്ക് ചെയ്തിരുന്നവരൊക്കെ കാര്യം കഷ്ടമായി. ദ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ദ വീവേഴ്സ് വെയർ ഇൻ പോവർട്ടി. ഹാൻഡിക്രാഫ്റ്റ്സും വീവേഴ്സും ഒക്കെ എന്തിലേക്ക് മാറി? അവരെല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. അതവിടെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. പിന്നെയുള്ള ചോദ്യം നാലാമത്തത്, വാട്ട് വെയർ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭരണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരിക്കും തീരുമാനിച്ചു. അതാണ് ഇവിടെ ആൻസർ. The first war of Indian independence in 1857 brought many administrative changes in India. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. The rule of the English East India Company came to an end. അതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ അവസാനിക്കുന്നു. With the Queen's proclamation, എന്താണ്? രാജ്ഞിയുടെ വിളംബരം. ഏത് വർഷമാണ് പഠിക്കണേ? 1858 ആണ്. 57 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. പിറ്റേ വർഷം തന്നെ രാജ്ഞി എന്ത് ചെയ്യുകയാണ്? പ്രൊക്ലമേഷൻ, വിളംബരം നടത്തുന്നു. ഇന്ത്യ came under the direct rule of the British Queen. എന്താണ്? രാജ്ഞി നേരിട്ടാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ അത്രയുമാണ് ആ ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് പറയേണ്ടത്. പിന്നെ ഉള്ളത്, പ്രിപ്പയർ ആൻ ആൽബം ഓഫ് ദ ലീഡേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഇൻ 1857. എന്താണ് ആൽബം പ്രിപ്പയർ ചെയ്യുക? ലീഡേഴ്സ് ഓഫ് ദ റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. ബ്രിട്ടീഷിനെതിരെ കേരളത്തിൽ യുദ്ധം നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിന്റെ നേതാക്കൾ, അവരുടെ ഫോട്ടോസൊക്കെ വെച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. പിന്നെ മാർക്ക് ദി സെന്റേഴ്സ് ഓഫ് ഡിഫറെന്റ് റെസിസ്റ്റന്റ് മൂവ്മെന്റ്സ് ഓൺ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പിൽ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായി. അപ്പം അത് എവിടെയൊക്കെയാണ്? ഇപ്പം നമുക്ക് അഹമ്മദ് നഗർ പറയാം, ബംഗാൾ പറയാം, നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാടുണ്ട്, തിരുവിതാംകൂറിലുണ്ട്, കൊച്ചിയിലുണ്ട്, അതുപോലെ കർണാടക, തിരുനെൽവേലി, ഇവിടെ എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ. 2 സെമിനാർ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ചോദ്യോത്തരങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്റർ കഴിയുകയാണ്. ഇനി ഉടനെ തന്നെ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കയറി കാണുക. അപ്പോൾ എൻ്റെ ക്ലാസ് തന്നെ കാണണം എന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ക്ലാസ്സും നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്, ഫുൾ ചാപ്റ്റേഴ്സും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.